നമസ്കാരം. ബംഗളൂരുവിലെ തിരക്കേറിയ റോഡിൽ സാധാരണക്കാരനെ പോലെ മാസ്ക് ധരിച്ച് ബസ്സിൽ കയറിയ ഒരാൾ ടിക്കറ്റ് എടുക്കാൻ 100 രൂപ നോട്ട് നീട്ടിയപ്പോൾ കണ്ടക്ടറുടെ തണുപ്പൻ മറുപടി: ചില്ലറയില്ലെങ്കിൽ ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകൂ. ആ കണ്ടക്ടർ അറിഞ്ഞില്ല മുന്നിൽ നിൽക്കുന്നത് സാക്ഷാൽ കർണാടക ഗതാഗത വകുപ്പ് മന്ത്രി ബൈരതി സുരേഷ് ആണെന്ന്. ജനങ്ങളുടെ യാത്രാ ദുരിതം നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ മന്ത്രി നടത്തിയ മിന്നൽ പരിശോധനയിലെ ഒരു ഹൈലൈറ്റ് രംഗമായിരുന്നു ഇത്. 2026 ഹബ്ബാളിൽ നിന്ന് നാഗശെട്ടിഹള്ളിയിലേക്ക് പോവുകയായിരുന്ന BMTC ബസ്സിൽ കയറിയ മന്ത്രി 2 ടിക്കറ്റാണ് ആവശ്യപ്പെട്ടത്. ചില്ലറ നൽകാനില്ലെന്ന് മന്ത്രി പറഞ്ഞതോടെ കണ്ടക്ടറുടെ മുഖത്ത് ഒരു ഭാവമാറ്റം ഉണ്ടായില്ല. കൃത്യമായ തുക നൽകാൻ കഴിയില്ലെങ്കിൽ ബസ്സിൽ തുടരാൻ സാധിക്കില്ല എന്ന് തീർത്ത് പറഞ്ഞതോടെ മന്ത്രി ഒരക്ഷരം മിണ്ടാതെ ബസ്സിൽ നിന്നിറങ്ങി. തന്റെ മന്ത്രിപ്പട്ടവും ഔദ്യോഗിക പദവിയുമെല്ലാം ഒരു മാസ്കിനുള്ളിൽ ഒളിപ്പിച്ചാണ് മന്ത്രി ഇങ്ങനെ ഇറങ്ങിപ്പോയത്. എന്തായാലും പൊതുജനങ്ങൾക്കിടയിലേക്ക് അവരുടെ പരാതികൾ മനസ്സിലാക്കാൻ തന്റെ യഥാർത്ഥ വ്യക്തിത്വം വെളിപ്പെടുത്താതെ മുഖത്തൊരു മാസ്ക് ധരിച്ചായിരുന്നു അദ്ദേഹം യാത്ര ചെയ്തത്. ഹെബ്ബാളിൽ നിന്നും നാഗശെട്ടിഹള്ളിയിലേക്ക് പോകുന്ന ബസ്സിൽ കയറിയ ശേഷം 2 ടിക്കറ്റുകളാണ് ആവശ്യപ്പെട്ടത്. അങ്ങനെ 100 രൂപയുടെ നോട്ട് കൈമാറി. എന്നാൽ കൃത്യമായ ചില്ലറ പണം നൽകണമെന്ന് കണ്ടക്ടർ ആവശ്യപ്പെട്ടു. തന്റെ പക്കൽ ചില്ലറയില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി. ചില്ലറയില്ലെങ്കിൽ ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകൂ എന്ന് കണ്ടക്ടർ രൂക്ഷമായ ഭാഷയിൽ പറയുകയായിരുന്നു. എന്തായാലും താൻ ഗതാഗത മന്ത്രിയാണെന്ന് അപ്പോഴും അദ്ദേഹം വെളിപ്പെടുത്തിയില്ല. മാസ്ക് ധരിച്ചിരുന്നതിനാൽ ബസ് ഡ്രൈവർക്കോ കണ്ടക്ടർക്കോ ഇത് ഗതാഗത മന്ത്രിയാണെന്ന് മനസ്സിലായതുമില്ല. എന്തായാലും തർക്കത്തിനൊന്നും നിൽക്കാതെ മന്ത്രി താൻ ആരാണെന്ന് വ്യക്തമാക്കാതെ ബസ്സിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന കാഴ്ചയായിരുന്നു. അതേസമയം ശനിയാഴ്ച രാത്രി 7:10 മുതൽ 9:10 വരെയുള്ള സമയത്താണ് മന്ത്രി ബംഗളൂരു നഗരത്തിലെ വിവിധയിടങ്ങളിൽ പൊതുഗതാഗത വകുപ്പിന്റെ ഗുണനിലവാരം വിലയിരുത്താൻ യാത്ര ചെയ്തത്. ജയമഹൽ, TV ടവർ, RT നഗർ, CBI റോഡ്, ഹെബ്ബാൾ, മാന്യത ടെക് പാർക്ക്, നാഗവാര, ഹൊന്നൂർ ബന്ദേ, ബൈരതി ബന്ദേ, ദഗ്ഗലഹള്ളി എന്നീ റൂട്ടുകളിലൂടെയാണ് മന്ത്രി ബസ് മാർഗം യാത്ര നടത്തിയത്. ബസ് യാത്രയ്ക്ക് ശേഷം നാഗശെട്ടിഹള്ളിയിൽ നിന്നും അദ്ദേഹം ഒരു ഓട്ടോറിക്ഷയിലും ചെറിയ ദൂരം യാത്ര ചെയ്തു. എന്നാൽ ഓട്ടോറിക്ഷയിലെ അനുഭവം ഇതിലും മോശമായിരുന്നു. യാത്രയ്ക്ക് ശേഷം ഓട്ടോയിലെ ഫെയർ മീറ്ററിൽ 30 രൂപയാണ് കാണിച്ചതെങ്കിലും ഡ്രൈവർ ആവശ്യപ്പെട്ടത് 36 രൂപയാണ്. എന്തുകൊണ്ടാണ് അധിക തുക ഈടാക്കുന്നതെന്ന് മന്ത്രി ചോദിച്ചപ്പോൾ മീറ്റർ പിന്നീട് ശരിയാക്കുമെന്നായിരുന്നു ഡ്രൈവറുടെ മറുപടി. ഒടുവിൽ മന്ത്രി ഡ്രൈവർക്ക് 40 രൂപ നൽകി ഓട്ടോയിൽ നിന്നും ഇറങ്ങുകയായിരുന്നു. സാധാരണക്കാരായ ജനങ്ങൾ നഗരത്തിൽ പ്രതിദിനം നേരിടുന്ന ചൂഷണങ്ങൾ നേരിട്ട് ബോധ്യപ്പെട്ട പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിൽ കർശന നടപടികളിലേക്ക് കടക്കാനാണ് ഗതാഗത വകുപ്പിന്റെ തീരുമാനം.